ബിഗ് ബോസും കഴിഞ്ഞു. ബിഗ് ബോസിൽ നിന്നും കിട്ടിയ ആ കപ്പ് വീട്ടിൽ കൊണ്ടുപോയി ആ കപ്പിൽ കുറച്ച് ചൂടുവെള്ളമാക്കി കുടിച്ച്, ബിഗ് ബോസിൽ നിന്നും കിട്ടിയ പൈസയിൽ നിന്നും പുറത്ത് പോയി ഫുഡ് കഴിച്ച്, ബിഗ് ബോസിൽ നിന്നും കിട്ടിയ കാറിൽ ഒരു യാത്രയെല്ലാം പോയി ക്ഷീണിച്ച് വീട്ടിലെത്തിയിരിക്കുന്ന ഈ പറയുന്ന ബിഗ് ബോസ് വിന്നറെ കുറിച്ചുള്ള കുറ്റം പറച്ചിലും അത് കിട്ടിയത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലും ഇതുവരെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞിട്ടില്ല. ഇപ്പം ബിഗ് ബോസിൽ എങ്ങനെ ഇവർക്ക് കപ്പ് കിട്ടിയെന്ന് പറഞ്ഞാലും കപ്പ് ഇപ്പോൾ ആരുടെ അടുത്തുണ്ട്? അനിമോളുടെ അടുത്തുണ്ട്. അതിലിപ്പോൾ എത്ര പുറത്ത് നിന്നിട്ട് കരഞ്ഞു നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് ഈ അനിമോളുടെ കൂടെ തന്നെ മത്സരിച്ച ബാക്കിയുള്ള ചില കണ്ടസ്റ്റൻസ് മനസ്സിലാക്കിയാൽ കൊള്ളാം. അവരിപ്പോഴും വന്നിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അയ്യോ അയ്യോ കപ്പ് കിട്ടേണ്ടത് വേറെ ആളായിരുന്നു. സത്യമായിരിക്കാം, ശരിയായിരിക്കാം, പക്ഷേ നിലവിലിപ്പം കപ്പ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? അനിമോൾക്ക് കിട്ടി. എന്തിനേറെ പറയുന്നത്, 2-3 വർഷങ്ങൾക്ക് മുമ്പ് അഖിൽ മാരാർക്ക് കപ്പ് കിട്ടിയപ്പോൾ സമ്മതിക്കാതിരുന്ന ശോഭ ഇപ്പോഴും അത് സമ്മതിക്കാണ്ട് പലതും പറഞ്ഞു നടക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം കപ്പ് കിട്ടിയ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിനെക്കുറിച്ച് വിശ്വസിക്കുകയും അല്ലെങ്കിൽ അതിന്ന് എന്താ പറയുക ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത സായി കൃഷ്ണയും സിജോയും വരെ നമ്മുടെ ഇടയിലുണ്ട് ഇപ്പം. അപ്പം പിന്നെ ഒരാഴ്ച പോലും തികയാത്ത ഈ സീസണിൻ്റെ കപ്പ് കിട്ടിയത് അംഗീകരിച്ചില്ല എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഓരോ സീസൺ വരുമ്പോഴും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അയ്യോ കപ്പ് കിട്ടിയത് PR കാരണമാണ്, അയ്യോ നമുക്കും PR ഉണ്ടായിരുന്നു എന്നിട്ടും നമുക്ക് കിട്ടിയിട്ടില്ല. അത് പക്ഷേ ഇവർ പറയുന്നില്ലല്ലോ, നമുക്ക് PR ഉണ്ടായിരുന്നു. അതായത് ഈ ബിഗ് ബോസ് ഹൗസിൽ PR ഇല്ലാത്ത ഒരാൾ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ 8 ലക്ഷം 7 ലക്ഷം കൊടുത്തിട്ടുള്ള ഇവർക്ക് എന്തുകൊണ്ട് കപ്പ് കിട്ടിയില്ല? അതും കൂടി ഒന്ന് ചിന്തിക്കുക. എന്തിനേറെ പറയുന്നത്, ശൈത്യേനെ വന്ന് പറയുന്നത് അനിമോളുടെ PR ആണ് ഇവരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് PR ചെയ്തിട്ടുണ്ടായിരുന്നു, ശൈത്യയ്ക്കും PR ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ശൈത്യ രക്ഷപ്പെട്ടില്ല? അതാണ്, വെറുതെ പൈസ ഇറങ്ങി കൊടുത്താൽ മാത്രം പോരാ, അവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുകയും കൂടി ചെയ്യണം. ഈ പറയുന്ന അനിമോള് അത്ര നല്ല ഗെയിമറാണെന്നോ അല്ലെങ്കിൽ സൂപ്പറാണെന്നോ അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ അനിമോൾക്ക് കപ്പ് കിട്ടിയതിന് ശേഷം വീണ്ടും ഇവരിത് നിർത്തുന്നില്ലല്ലോ. അതായത് കപ്പും കൊണ്ട് അവർ പോയി, കപ്പ് കൊണ്ട് വീട്ടിൽ നല്ല അലമാരിക്കകത്ത് ഇങ്ങനെ സേഫാക്കി വെച്ചു. കിട്ടിയ പൈസ എല്ലാം ഇങ്ങനെ പതിയെ പതിയെ കിട്ടി, അതെടുത്തിട്ട് ഇപ്പോൾ ചിലവാക്കാൻ വേണ്ടി തുടങ്ങും. ഇനിയെങ്കിലും കപ്പ് കിട്ടിയതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് ആവലാതി പറയാതിരുന്നൂടെ? വേറെ എന്തെല്ലാം പറയാണ്ട്. ഇപ്പം തന്നെ ബിന്നി വന്നിട്ട് പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ബിന്നി പറഞ്ഞത് സത്യമായിരുന്നു എന്ന് തെളിയിച്ചു എന്നാണ് ബിന്നി പറയുന്നത്. അതായത് ഈ PR-ൻ്റെ കേസ് ആദ്യമായിട്ട് 16 ലക്ഷത്തിൻ്റെ 15 ലക്ഷത്തിൻ്റെ ആദ്യമായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പറഞ്ഞത് ബിന്നിയാണ്. ബിന്നി ഒരു നല്ലൊരു ഗെയിമറായിരുന്നു. ശൈത്യമായിട്ട് യാതൊരു എന്താ പറയുക കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു മത്സരാർത്ഥിയായിരുന്നു ബിന്നി. കുത്തിത്തിരിപ്പിൻ്റെ ആശാത്തി എന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നുണ്ടെങ്കിലും ഇത് അങ്ങനത്തെ ഗെയിമാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെന്ന് നന്മ വിതറിയാൽ ഒന്നും രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല. അവർക്ക് തോന്നിയ ഗെയിം അവർ കളിച്ചു. അതിപ്പോൾ കുത്തിത്തിരിപ്പാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി ബിന്നി നല്ലൊരു ഗെയിമറായിരുന്നു, അതിൽ യാതൊരു സംശയമില്ല. കാരണം ഇത്രയും വലിയൊരു സംഭവം, നമ്മുടെ ഈ സീസണിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെ സീസണിലേക്ക് കൊണ്ടുവന്നത് ബിന്നിയാണ്. അതാണ് ഈ 16 ലക്ഷത്തിൻ്റെ കണക്ക്. ഇപ്പോൾ ബിന്നി ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ആളുകളൊന്നും ചർച്ച ചെയ്യൂല. അപ്പോൾ അതുകൊണ്ട് ബിന്നി നല്ലൊരു ഗെയിമറാണ്. ശൈത്യ അതെല്ലാം വെച്ച് നോക്കുമ്പം ശൈത്യയ്ക്ക് അവിടെ എന്താണ് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. ശൈത്യയ്ക്കാണ് ശരിക്കും PR ഉണ്ടായിരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും കേട്ടോ. ഉള്ള കാര്യമാണ്. കാരണം പൈസ കൊടുത്തെങ്കിൽ മാത്രമേ ശൈത്യനെ പോലുള്ള ഒരാൾക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ശൈത്യ ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ആക്റ്റീവാണ്. ഈ പുറത്ത് കളിക്കുന്ന ശൈത്യ ഉള്ളിൽ കളിച്ചിരുന്നെങ്കിൽ എങ്ങനെ പോയാലും ഒരു 10-60 ദിവസമെങ്കിലും നിന്നേനെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിന്നി ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട്. ജെനുവിൻ ആയിട്ടുള്ള നട്ടെല്ല് വളയ്ക്കാത്ത ഒരു PR ടീമിനും സ്വാധീനിക്കപ്പെടാത്ത കുറെ മീൻസ് തലയിൽ ആൾതാമസമുള്ള ബ്രെയിൻ യൂസ് ചെയ്യുന്ന ജെനുവിൻ BB ഓഡിയൻസിന് അത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇത് ഗെയിം കഴിഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയാം. ഒരു ഇന്റർവ്യൂ ഫുള്ള് കാണാതെയല്ല ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. സോ എനിക്ക് അന്ന് തെളിയിക്കാൻ പ്രൂഫ് ഇല്ലായിരുന്നു, കാരണം മൈക്ക് മാറ്റി പറഞ്ഞതുകൊണ്ടും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ദൈവം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ വായിൽ നിന്ന് തന്നെ അത് വീണു. അവൾ പറഞ്ഞത് കള്ളമായിരിക്കാം എന്ന് അവളുടെ PR തന്നെ പറഞ്ഞതും ഞാൻ പറയിപ്പിച്ചതല്ല. അവളുടെ ടീം അവളുടെ PR ടീം മാത്രം പറഞ്ഞാണ്. പിന്നെ ഇത് എന്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ കള്ളത്തരമല്ല. എന്നെ കള്ളിയിൽ വിളിച്ചവരുടെ മുമ്പിൽ PR ടീമിന്റെ മുമ്പിൽ എനിക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസ് ഞാൻ ചെയ്യാതിരിക്കില്ല, ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. ആൻഡ് അതിന്റെ പേരിൽ വീണ്ടും കൊള്ളേണ്ട വർക്ക് കൊണ്ടിട്ടുണ്ട്. അവർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്, അവരുടെ ഫുൾ ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. സോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു PR വരും, അവൻ കമന്റ് ഇടും, അവരെ സപ്പോർട്ട് ചെയ്ത് അവന്റെ PR ടീംസും വരും. അവർക്കെല്ലാം ഞാൻ കൊടുത്ത റിപ്ലൈ ഇത്രേ ഉള്ളൂ, PR ടീം വന്നു അല്ലേ എന്നാണ് റിപ്ലൈ കൊടുത്തത്. ആൻഡ് അപ്പൊ തന്നെ എനിക്കറിയാം PR ടീം അല്ലാതെ ജെനുവിൻ അക്കൗണ്ടിൽ കൊണ്ട്
റിപ്ലൈ ചെയ്യിപ്പിക്കൂ അല്ലെങ്കിൽ കമന്റ് ഇടിയിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവരുടെ അടുത്ത നീക്കം. പക്ഷെ ഇത് നമുക്ക് നീക്കം എന്ന് ഊഹാപോഹങ്ങൾ പറയാനല്ലേ പറ്റൂ. ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കാനല്ലേ. പക്ഷെ ഇതിന് എന്റെ ഭാഗത്ത് ശരിയോ ഉള്ളതുകൊണ്ട് തന്നെ ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എന്റെ പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാറിയ പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം ജെന്യുവൻ ആയിട്ട് നിന്നിട്ട് നമുക്കുള്ള സപ്പോർട്ട് തരണ്ട, പക്ഷെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഓരോ കണ്ടസ്റ്റൻസിനെയും ഇൻസൾട്ട് ചെയ്യും. അർഹിക്കുന്നവർക്ക് കിട്ടാതെ ആ കപ്പ് വേറെ കൈകളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ട്. സോ അതിന്റെ പ്രൂഫ് ഞാൻ കാണിക്കാം. ഇതിൽ എനിക്ക് മര്യാദ ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുടെ നമ്പർ ബ്ലർ ആക്കിയിട്ടുണ്ട്, ബട്ട് നമ്പർ ഉൾപ്പെടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രൂഫ് കാണിക്കുന്ന വേറൊന്നുമല്ല, ഏതോ ഒരു അനുമോളുടെ ഫാൻസ് ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ചാറ്റാണ്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. പിന്നെ ബിന്നി പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ബിന്നി അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സമയത്ത് ബിന്നി പറഞ്ഞു ഈ അനുമോൾ ഇതേപോലെ PR-ന് പൈസ കൊടുത്തിട്ടുള്ള കാര്യം അനുമോൾ ബിന്നിയോട് പറഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞു. അത് ചിലപ്പോൾ സത്യമായിരിക്കാം, അത് നമ്മൾ കാണാത്തതായിരിക്കാം. ചിലപ്പോൾ അത് നിങ്ങൾ തമ്മിലുള്ള സംസാരത്തിൻ്റെ ഇടയിൽ ചിലപ്പം അനുമോൾ പുറത്തിറങ്ങി പറയുന്നുണ്ട് 15 ലക്ഷം വരെ ചോദിച്ചു എന്നുള്ളതാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അത് ചിലപ്പോൾ ബിന്നിക്ക് അത് തെറ്റായിട്ട് കേട്ടതായിരിക്കാം. ഇതൊക്കെ അംഗീകരിക്കുന്നു. ബിന്നി പറഞ്ഞത് ചിലപ്പം സത്യമായിരിക്കും, ബിന്നിക്ക് ചിലപ്പോൾ കേട്ടതിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഉള്ള ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. 15 ലക്ഷത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ 16 ലക്ഷത്തിൻ്റെ കാര്യം അനുമോൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അനുമോൾ പറയുന്നത് ഇത് 15 ലക്ഷം വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഈ ബിന്നി ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ഒരു സ്ക്രീൻഷോട്ടില്ലേ, അതെന്ന് പറഞ്ഞാൽ അൺഒഫീഷ്യൽ അനുമോൾ ഫാൻസ് ഗ്രൂപ്പാണ്. ഇത് എല്ലാ സീസണിലും ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അതായതും ഓരോ ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഇവരിങ്ങനെ പലതും ചർച്ച ചെയ്യും. അതായത് ആർക്കെതിരെ സംസാരിക്കണം അല്ലെങ്കിൽ ആരെക്കുറിച്ച് പറയണം, ഇതൊന്നും പക്ഷേ ഈ പറയുന്ന അനുമോൾ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. അത് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, കാരണം ഞാൻ ഇപ്പോഴൊന്നും ഇങ്ങനത്തെ ഗ്രൂപ്പിലൊന്നുമില്ല. പണ്ട് ഒന്നാമത്തെ രണ്ടാമത്തെ സീസണിലെല്ലാം ഇതേപോലെ 1-2 ഗ്രൂപ്പിലുണ്ട്. പിന്നെ മനസ്സിലായി ഇതിൻ്റെ അകത്ത് വെറുതെ ഈ തമ്മിത്തല്ലും പരിപാടികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ ഉള്ള സീസണൊന്നും ഒരു ഗ്രൂപ്പിലും ഇല്ല. അപ്പം അന്നും ഇതേപോലെ ഇപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പോയിട്ട് ഇതേപോലെ എന്താ പറയുക റിപ്പോർട്ട് അടിക്കണമെന്നും ഡിസ്ലൈക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് പണ്ട് മുതലേ ഉള്ള സംഭവം. പക്ഷേ ഇതിൻ്റെ അകത്ത് അതിൽ കൂടുതലായിട്ടൊന്നും തന്നെ പറയുന്നില്ല എന്ന് തോന്നുന്നു. പോസ്റ്റിൽ പോയി മാക്സിമം കമൻറ്റ് സപ്പോർട്ടിങ് ആണ്, അതിന് ഷീസ് മാനിപ്പുലേറ്റിംഗ്. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ ബിന്നിക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തണമെന്നൊന്നും പറയുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഓക്കെ, ബാക്കിയെല്ലാം ബിന്നി പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. കാരണം ബിന്നി അതിൻ്റെ ഉള്ളിൽ നിന്ന് ബിന്നിയോട് പറഞ്ഞ കാര്യം ബിന്നി വന്നിട്ട് ഒരു ടാസ്കിൻ്റെ പുറത്ത് പറയുന്നുണ്ട്. അതിപ്പം സത്യമാണോ അല്ലയോ എന്നുള്ളത് ബിന്നിക്ക് പ്രൂവ് ചെയ്യിക്കണം എന്നുള്ളതാണ് ബിന്നീൻ്റെ ഒരു ആവശ്യം. അപ്പോൾ ബിന്നി പറഞ്ഞത് കറക്റ്റായിരിക്കാം. അതായത് 15 ലക്ഷം 16 ലക്ഷം അവർ ചോദിച്ചു എന്നുള്ളതാണ് അനുമോൾ പറഞ്ഞത്. അല്ലാണ്ട് ഇത്രയും ആൾ കാണുന്ന ഒരു ഷോയിൻ്റെ അകത്ത് വന്നിട്ട് ഇങ്ങനെ പറയുമോ? അതായത് ഞാൻ 16 ലക്ഷം കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നതെന്ന് ബോധമുള്ളവർ പറയില്ല. ഇപ്പോൾ ബിന്നിക്ക് ഇപ്പോൾ 8 ലക്ഷം 10 ലക്ഷം രൂപ PR കൊടുത്തിട്ടാണ് ഉള്ളിൽ വന്നതെന്നുള്ളത് ബിന്നിക്ക് ബോധമുള്ള സമയത്താണ് ബിന്നി പറയാൻ നിൽക്കില്ല. അപ്പം ബിന്നി അത് കേട്ടതിൻ്റെ പ്രശ്നമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി നമുക്ക് കണ്ടു നോക്കാം. ഇതുപോലെ കോ കണ്ടസ്റ്റൻസ് ആയിട്ട് വന്ന് നമ്മളെല്ലാവരും ഇതുപോലെ കരിവാരി തേക്കുന്നതിന് ഇനിയിപ്പോൾ നെക്സ്റ്റ് മൂവി ഇതായിരിക്കും. ബിന്നിയുടെ PR ആണ് ഞാൻ, ബിന്നിയുടെ PR ആണ് എന്ന് പറഞ്ഞ് കുറേ കമന്റ്സ് വരും റിയൽ അക്കൗണ്ട്സ് വെച്ചിട്ട്. നാണം കെട്ട ജീവിതം തന്നെ. ഹേ ഗായ്സ്, ഞാൻ കുറച്ച് ഇതിൽ ബിന്നി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിലൂടെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിന്നി സംസാരിക്കുന്നത് അനുമോളോടാണ്. അതായത് ബിന്നി ഇപ്പോൾ പറയുന്നത് നന്ദിയുണ്ട് അനുമോളെ, ഇങ്ങനെ ആളുകളുടെ മുമ്പിലേക്ക് എന്നെ ഇട്ട് കൊടുത്തതിന് അല്ലെങ്കിൽ നമ്മളെ കോ കണ്ടസ്റ്റൻസിനെ ഇട്ട് കൊടുത്തതിന് നന്ദിയുണ്ട് എന്നുള്ള രീതിയിൽ ബിന്നി പറയുന്നുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ അനുമോൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, ആദ്യമേ പറഞ്ഞേക്കാം. പക്ഷേ ഈ ഒരു സംഭവത്തിൽ അനുമോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു എന്നാണ് ബിന്നി പറയുന്നത്. അനുമോൾ എന്ത് ചെയ്തു? ഇപ്പോൾ അനുമോൾ ഇപ്പോൾ PR കൊടുത്ത ആൾ ഇപ്പോൾ അവരുടെ ആളുകളെ കൊണ്ട് കൂടുതൽ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുള്ള സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ബിന്നി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ബിന്നിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് PR വർക്കേഴ്സ് വരും, അതായത് ബിന്നിൻ്റെ PR വർക്കേഴ്സ് വരും. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ബിന്നി അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ മത്സരിച്ച അനുമോൾ വന്നിട്ടോ എല്ലാവരോടും പറഞ്ഞോ അയ്യോ ബിന്നീൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ പോയിട്ട് ചീത്ത വിളിക്കുക, ബിന്നീനെ പോയിട്ട് എന്താ പറയുക സൈബർ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ അനുമോളോട് ഇങ്ങനെ പറയുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അത് മാത്രം കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയെല്ലാം ബിന്നി പറഞ്ഞത് ഓക്കെ, സൈബർ അറ്റാക്ക് നേരിടുന്നതിൻ്റെ ആവശ്യമൊന്നും ബിന്നിക്കില്ല. കാരണം ഇതൊരു ഗെയിമായിരുന്നു. ആ ഗെയിമിൻ്റെ ഉള്ളിൽ ബിന്നി പറയേണ്ട കാര്യങ്ങൾ, ബിന്നിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ബിന്നി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു, മുന്നോട്ട് പോയി, അത്രേ ഉള്ളൂ. അതിന് എന്താ പറയുക ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നവർ അതിനെതിരെ ആയിട്ട് വീഡിയോ ചെയ്യുന്നു, അത് വേറെ, അത് ഗെയിമിൻ്റെ പാർട്ട്. പക്ഷേ ബിന്നി ഇപ്പോൾ പറയുന്നത്
എന്തിന് ഇട്ട് കൊടുത്തു അനുമോളെ എന്നാണ് പറയുന്നത്. അതായത് മോളെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഗെയിം കളിച്ച എന്നെ പോലുള്ളവർ എന്തിന് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നത് അത് എന്തിൻ്റെ ആ ഒരു രീതിയിലാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാകുന്നില്ല. അനുമോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുമോൾ എന്നല്ല, ബിന്നി ആണെങ്കിലും ശൈത്യ ആണെങ്കിലും ഇവരാരും നേരിട്ട് പോയിട്ട് ഈ പറയുന്ന കമൻ്റ് ഇടുന്നവരോടോ അല്ലെങ്കിൽ പി ആറിനോടോ പറയുന്നില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമുക്ക് അടിച്ച് താത്തണം, അവരെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇത് കഴിഞ്ഞു. ബിന്നീൻ്റെ വീഡിയോ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരങ്ങൾക്ക് മുമ്പേ നമ്മുടെ ബിഗ് ബോസിലെ മെയിൻ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് കണ്ടൻറ്റുകൾ വാരി വിതറി കൊടുത്തിട്ടുള്ള നമ്മുടെ അഡ്വക്കേറ്റ് ശൈത്യ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതേ ആറ്റിറ്റ്യൂഡോടുകൂടി ഇതേ ഒരു പവറോടുകൂടി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ശൈത്യ നിന്നിരുന്നെങ്കിൽ എങ്ങനെ പോയാലും ഒരു 10-75 ദിവസം സുഖമായിട്ട് പുഷ്പം പോലെ നിന്നാണ്. അപ്പോൾ ശൈത്യേച്ചിക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 കപ്പ് വാങ്ങിക്കൊടുത്ത PR വിനുസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം 3-ാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് PR പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിനുസാറ് PN പണിയാണ് തന്നത്. പക്ഷേ ഈ റീ എൻട്രിക്ക് പോയ സമയത്ത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, അഡ്വക്കേറ്റ് ശൈത്യ, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ PR പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും നിങ്ങളൊന്ന് ബൂസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സപ്പോർട്ട് ഉണ്ടാക്കി തരാനേ പറ്റുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ അക്ബർ ഇവരെ എടുത്തിട്ട് പോകുന്നു. ഇങ്ങനെയുള്ള ചില കണ്ടൻറ്റുകളല്ലാണ്ട് നിങ്ങളവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. വെറുതെ ഒന്ന് എപ്പിസോഡ് എടുത്ത് കാണുക. ഓക്കെ, എത്ര എപ്പിസോഡിൽ നിങ്ങളുണ്ട് എന്നുള്ളത്. നിങ്ങളുടെ ജീവചരിത്രം പറയുന്ന സമയത്ത് മാത്രം ആരും എന്തോ ചിരിക്കുവായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമുണ്ട്. നിങ്ങൾ സത്യം പറഞ്ഞാൽ ആ ഒരു എപ്പിസോഡിൽ മാത്രമേ നിങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഓക്കെ, 1.5 ലക്ഷത്തിന് പകരം 15 ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ആ പണിയിൽ കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അയ്യോ, ഒരാളോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി. അതായത് സീസൺ 5 വിനുസാർ PR പണിയെ എടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാറിനോട്. മാരാർ പറയുന്ന കേട്ടു, അതായത് റീ എൻട്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു എന്ന്. പക്ഷേ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത്, അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ. വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത്. അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ. പിന്നെ അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതായത് അതുവരെ അനീഷ് ജയിക്കും അല്ലെങ്കിൽ അനീഷും അനുവും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ശൈത്യ അതിൻ്റെ ഉള്ളിൽ റീ എൻട്രി ചെയ്തതിന് ശേഷം എന്തിനേറെ പറയുന്നത്, വെറുതെ വീട്ടിലിരിക്കുന്ന അമ്മൂമ്മമാർ വരെ അനുമോൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇതൊക്കെ ശൈത്യയ്ക്കും കൂടി അവകാശപ്പെട്ടതാണ്. അതായത് നമ്മുടെ അനുമോൾക്ക് അടിച്ച കപ്പ് എന്ന് പറയുന്നത് ശൈത്യയ്ക്കും കൂടി അവകാശപ്പെട്ടതാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും ഒരു മൈലേജാണ് ശൈത്യ അതിൻ്റെ ഉള്ളിലേക്ക് രണ്ടാമത് കയറിയപ്പം അനുമോൾക്ക് കിട്ടിയത്. അതുകൊണ്ട് PR വിനുവിന് മാത്രമല്ല നിങ്ങൾ നന്ദി പറയേണ്ടത്, ശൈത്യയ്ക്കും കൂടി എന്തായാലും നിങ്ങൾ നന്ദി പറഞ്ഞേ പറ്റൂ. അപ്പോൾ ഇതാണ് സംഭവം. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതായത് കപ്പ് പോയി, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് ഇവർക്ക് ഇതുവരെ ഒന്ന് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എന്താ ചെയ്യുക? അപ്പം കപ്പ് കിട്ടിയത് അംഗീകരിക്കാത്ത ലിസ്റ്റിലേക്ക് നമ്മുടെ ശോഭ വിശ്വനാഥ്, പിന്നെ സായി കൃഷ്ണ, പിന്നെ നമ്മുടെ സിജോ, അതിൻ്റെ കൂടെ ഇപ്പം ബിന്നി പറയാം, പിന്നെ അതേപോലെ തന്നെ അഡ്വക്കേറ്റ് ശൈത്യ, ഇങ്ങനെ കുറച്ച് കൂടുതൽ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും കൂടി വേണമെങ്കിൽ ഒരു ഗ്രൂപ്പാക്കിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാം ഇനി. അപ്പോൾ എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ശൈത്യേൻ്റെയും ബിന്നീൻ്റെയും പുതിയ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.